നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. സിൽവർ ലൈൻ പദ്ധതിയിൽ സർവേ നടത്തും മുന്നേ DPR തയ്യാറാക്കിയോ എന്ന് ഹൈക്കോടതി. DPR തയ്യാറാക്കും മുൻപ് എന്തൊക്കെ നടപടികൾ എടുത്തെന്ന് സർക്കാർ അറിയിക്കണം. എല്ലാ നിയമവും പാലിച്ചു മാത്രമേ ഇത്തരം പദ്ധതി നടപ്പാക്കാനാകൂ എന്ന് സർക്കാരിനെ കോടതി ഓർമ്മിപ്പിച്ചു. പദ്ധതിയുടെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാരും നീതി ആയോഗും പരിശോധിക്കുകയാണെന്ന് സോളിസിറ്റർ ജനറൽ. ജനങ്ങൾ കോടതി ഉത്തരവ് മറയാക്കി അടയാളക്കല്ലുകൾ എടുത്തു കളയുന്നുവെന്ന് സർക്കാരും ഹൈക്കോടതിയിൽ പറഞ്ഞു. DPR തയ്യാറാക്കിയത് ഏരിയൽ സർവേ നടത്തിയെന്നും സർക്കാർ. വിശദമായ സത്യവാങ്മൂലം തയ്യാറാക്കാൻ സമയം വേണമെന്നും സർക്കാർ. കേരയിൽ വിശദീകരണ യോഗത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. കണ്ണൂരിലാണ് സംഭവം. പ്രവർത്തകർ മീറ്റിംഗ് ഹാളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നും പരാതി. അൻപത് വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ കേരയിൽ പദ്ധതി നടപ്പാക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി MV ഗോവിന്ദൻ. ജനങ്ങളുടെ അഭിപ്രായവും ആശയവും മനസ്സിലാക്കാതെ പദ്ധതിയുമായി മുന്നോട്ടു പോകില്ല. എതിർപ്പിന് വഴങ്ങി പദ്ധതികൾ ഉപേക്ഷിക്കാനാകില്ലെന്നും MV ഗോവിന്ദൻ കണ്ണൂരിൽ. ഇടുക്കിയിലെ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കാനുള്ള തീരുമാനത്തിൽ രാഷ്ട്രീയ പോരും പ്രാദേശിക എതിർപ്പും. CPM CPI ജില്ലാ നേതൃത്വങ്ങൾ ഉത്തരവിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയപ്പോൾ രണ്ട് പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ റവന്യൂ വകുപ്പിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. നടപടിക്കെതിരെ കോൺഗ്രസും രംഗത്ത്. റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് MM മണി. CPMന്റെ പാർട്ടി ഓഫീസുകൾ തൊടാൻ ആരെയും അനുവദിക്കില്ല. രവീന്ദ്രൻ മുട്ടിൽ വെച്ച് എഴുതി നൽകിയതല്ല പട്ടയം. നിയമപരമായി രവീന്ദ്രൻ പട്ടയം നൽകിയത് ഇടതു സർക്കാർ തന്നെയാണെന്നും MM മണി. റവന്യൂ വകുപ്പിനെ തള്ളി ഇടുക്കി CPI നേതൃത്വവും എല്ലാ നടപടികളും പൂർത്തിയാക്കിയാണ് പട്ടയം കൊടുത്തത്. പട്ടയങ്ങളെല്ലാം വ്യാജമെന്ന പ്രചാരണം ജനങ്ങളെ അവഹേളിക്കുന്നതാണ്. നടപടി തിരുത്തണമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ. രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കിയ റവന്യൂ വകുപ്പിനെ വിമർശിച്ചും പട്ടയം നൽകിയ നടപടിയെ ന്യായീകരിച്ചും മുൻ റവന്യൂ മന്ത്രി KE ഇസ്മായിൽ. ഭൂരിപക്ഷം പട്ടയങ്ങളും 2 സെന്റിൽ താഴെയുള്ളവയാണ്. പാവങ്ങൾക്കാണ് പട്ടയം നൽകിയത്. CPM ഓഫീസിനാണ് ഏറ്റവും അധികം സ്ഥലം നൽകിയത്. പാർട്ടി ഓഫീസ് തൊടാൻ ആരെയും അനുവദിക്കില്ലെന്ന MM മണിയുടെ നിലപാട് ശരിയാണെന്നും KE ഇസ്മായിൽ പറഞ്ഞു. രവീന്ദ്രൻ പട്ടയം റദ്ദാക്കിയതിൽ റവന്യൂ വകുപ്പിന് CPI സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ. 2019-ൽ MM മണി ഉൾപ്പെട്ട ക്യാബിനറ്റിന്റേതാണ് തീരുമാനം. പട്ടയം റദ്ദാക്കിയത് മുന്നണി തീരുമാനപ്രകാരമാണെന്നും CPI വ്യക്തമാക്കുന്നു. ഇടുക്കി ജില്ലാ നേതൃത്വത്തിന്റെ പ്രസ്താവനയിൽ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ നടപടികളെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും. സർക്കാർ നടപടി പാർട്ടി തീരുമാനപ്രകാരമാണ്. ഇടുക്കിയിലെ CPMന്റെയും CPIയുടെയും ആശങ്കകൾ പരിഹരിക്കും. വൻകിട റിസോർട്ടുകൾ ഒഴിപ്പിക്കുമോ എന്ന കാര്യത്തിൽ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും കോടിയേരി. റവന്യൂ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ദേവികുളം മുൻ അഡീഷണൽ തഹസിൽദാർ MI രവീന്ദ്രനും രംഗത്ത്. നടപടി ക്രമവിരുദ്ധം. നിയമപരമായാണ് പട്ടയങ്ങൾ അനുവദിച്ചത്. നടപടിക്ക് പിന്നിൽ CPIയുടെ ദുഷ്ടലാക്കാണ്. CPMും MM മണിയുമാണ് CPIയുടെ ലക്ഷ്യമെന്നും രവീന്ദ്രൻ ന്യൂസ് 18നോട്. പട്ടയം റദ്ദാക്കുന്നത് ഗുരുതര പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് കോൺഗ്രസ്. CPM CPI പട്ടയങ്ങൾ ക്രമപ്പെടുത്താനാണ് ഇപ്പോഴത്തെ നീക്കമെന്ന് കോൺഗ്രസ് നേതാവ് ഇബ്രാഹിം കുട്ടിക്കല്ല. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പക്കലുള്ള ദൃശ്യങ്ങളുടെ പകർപ്പ് കോടതിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി 25-ന് പരിഗണിക്കും. പൾസർ സുനിയെ ജയിലിൽ ചോദ്യം ചെയ്യാൻ അനുമതി തേടിയുള്ള പ്രോസിക്യൂഷന്റെ അപേക്ഷ കോടതി ഉത്തരവ് പറയാൻ മാറ്റി. പുതിയ 5 സാക്ഷികളെ വിസ്തരിക്കാനുള്ള തീയതി തീരുമാനിച്ചു.
നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. 3ഉം 4ഉം പ്രതികളായ പൾസർ സുനിയുടെയും വിജേഷിന്റെയും ജാമ്യാപേക്ഷയാണ് തള്ളിയത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന നിയന്ത്രണം എന്തൊക്കെയെന്ന് ഇന്നറിയാം. വൈകിട്ട് ചേരുന്ന കോവിഡ് അവലോകന യോഗം നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കും. സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകില്ലെങ്കിലും ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. വാരാന്ത്യ ലോക്ഡൌൺ ആണെന്ന നിർദ്ദേശം പരിഗണനയിലുണ്ടെങ്കിലും ഫലം ചെയ്യില്ലെന്ന വിലയിരുത്തൽ ശക്തം. വ്യാപാര സ്ഥാപനങ്ങളിൽ ആൾക്കൂട്ടം ഒഴിവാക്കാൻ കൂടുതൽ നടപടികളുണ്ടാകും. സ്വകാര്യ ചടങ്ങുകളിലടക്കം കോവിഡ് പ്രോട്ടോകോൾ ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങളുണ്ടാകും. കോളേജുകൾ അടയ്ക്കണമോ എന്ന കാര്യത്തിലും അവലോകന യോഗം തീരുമാനമെടുക്കും. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തിലും പുതിയ ക്രമീകരണം ഏർപ്പെടുത്താൻ സാധ്യത. സെക്രട്ടേറിയറ്റിൽ അടക്കം കോവിഡ് വ്യാപനം രൂക്ഷം. 50% പേർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കണമെന്ന ആവശ്യവുമായി സർവീസ് സംഘടനകൾ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കൊല്ലം ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. ജിമ്മുകളും നീന്തൽക്കുളങ്ങളും ഫെബ്രുവരി 15 വരെ അടയ്ക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ബാങ്കുകളിൽ 2 ആഴ്ചത്തേക്ക് ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തണം. മരണാനന്തര ചടങ്ങുകളും കല്യാണവും കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാനത്ത് കോവിഡ് 3ാം തരംഗം ആഞ്ഞടിക്കുന്നു. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ സാഹചര്യം അതിരൂക്ഷം. ഈ ജില്ലകളിൽ 40% മുകളിലാണ് TPR. എറണാകുളത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയർന്നിട്ടും ഭൂരിഭാഗം സർക്കാർ ആശുപത്രികളിലും പരിശോധനാ സംവിധാനമില്ല. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും രോഗലക്ഷണങ്ങളുമായി എത്തുന്നവർക്ക് പുറത്തുപോയി കോവിഡ് ടെസ്റ്റ് നടത്താനാണ് നിർദ്ദേശം. പണം മുടക്കി പരിശോധിക്കാൻ തയ്യാറാവാതെ പലരും വീടുകളിലേക്ക് മടങ്ങുന്നു. കോവിഡ് അതിതീവ്ര വ്യാപനത്തിൽ രാജ്യം 8 മാസത്തിനു ശേഷം ആദ്യമായി രോഗികളുടെ പ്രതിദിന എണ്ണം 3 ലക്ഷം കടന്നു. 491 മരണവും റിപ്പോർട്ട് ചെയ്തു. ഒമൈക്രോൺ രോഗികളുടെ എണ്ണം 9,287 ഉയർന്നു. മഹാരാഷ്ട്രയിലും കർണാടകത്തിലും 40,000 മുകളിലാണ് പ്രതിദിന രോഗികൾ. മഹാരാഷ്ട്രയിൽ 43,697 പേർക്കും കർണാടകയിൽ 40,499 പേരും രോഗബാധിതരായി. തമിഴ്നാട്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ 20,000 മുകളിലും ഡൽഹി, പശ്ചിമബംഗാൾ ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിൽ 10,000 മുകളിലുമാണ് രോഗബാധിതരുടെ പ്രതിദിന എണ്ണം. കോവാക്സിനും കോവിഷീൽഡിനും പൂർണ്ണ വാണിജ്യാനുമതി നൽകാൻ DCGI വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. അനുമതി തേടി ഭാരത് ബയോടെക്കും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് വിദഗ്ധ സമിതിയുടെ തീരുമാനം. നിലവിൽ അടിയന്തര ഉപയോഗ അനുമതി മാത്രമാണ് ഇരു വാക്സിനുകൾക്കും ഉള്ളത്. ബ്രിട്ടനിൽ കോവിഡ് നിയന്ത്രണങ്ങൾ നിർത്തലാക്കുന്നു. അടുത്തയാഴ്ച മുതൽ മാസ്ക് നിർബന്ധമല്ല. വർക്ക് ഫ്രം ഹോം സംവിധാനവും ആവശ്യമില്ല. ഒമൈക്രോൺ മൂലമുള്ള കോവിഡ് നിരക്ക് ഉയർന്ന നിലയിലെത്തിയെന്നുള്ള വിദഗ്ധ വിലയിരുത്തൽ ചൂണ്ടിക്കാട്ടിയാണ് ബോറിസ് ജോൺസന്റെ പ്രഖ്യാപനം. ഐസൊലേഷൻ ചട്ടങ്ങൾ തുടരുമെങ്കിലും മാർച്ചിനപ്പുറം നീട്ടില്ല. കോവിഡ് രോഗനിർണയത്തിന് എക്സ്റേ ഉപയോഗിക്കുന്ന പുതിയ കണ്ടെത്തലുമായി സ്കോട്ട്ലൻഡ് ശാസ്ത്രജ്ഞർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള സംവിധാനത്തിന് 98% കൃത്യതയുണ്ടെന്നും ഉടൻ ഫലം ലഭിക്കുമെന്നും അവകാശവാദം. RT-PCR പരിശോധനാ ഫലം കിട്ടാൻ 2 മണിക്കൂറോളം എടുക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സംവിധാനത്തിന്റെ പ്രസക്തിയെന്ന് വെസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ. നൈറ്റ് ധരിച്ച് മോഷണത്തിനെത്തിയ CCTVയിൽപ്പെട്ട് അകത്തായ മോഷ്ടാവ്. കോട്ടയം കീഴൂരിലാണ് മോഷണശ്രമത്തിനിടെ കള്ളൻ CCTVയിൽ കുടുങ്ങിയത്. മോഷണത്തിനെത്തിയ കള്ളനെ ഭർത്തൃ വീട്ടിലിരുന്ന് CCTVയിൽ കണ്ട യുവതി പോലീസിനെ വിവരം അറിയിച്ചതോടെയാണ് മോഷ്ടാവ് പിടിയിലായത്. സ്വന്തം സ്റ്റേഷൻ പരിധിയിൽ അല്ലെങ്കിലും തലയോലപ്പറമ്പ് SI ജയ്മോനും സംഘവും മോഷ്ടാവിനെ പിടികൂടുകയായിരുന്നു. ഈ വീട്ടിൽ CCTV ക്യാമറയുണ്ട്. ആ ക്യാമറ ഈ ദമ്പതികളുടെ മകള് പാലായി താമസിക്കുന്ന സോണിയയുടെ മൊബൈലുമായിട്ട് ലിങ്ക് ആയിരുന്നു. അങ്ങനെ രാത്രിക്ക് സോണിയ മൊബൈൽ നോക്കുമ്പോഴാണ് ഈ കള്ളൻ വീടിന്റെ ടെറസിൽ കയറി ഈ CCTV ക്യാമറ മറയ്ക്കുന്ന ഭാഗം കാണുന്നത്, തുണി കൊണ്ട് മറയ്ക്കുന്ന ക്യാമറ ആ ഭാഗം കാണുന്നത്. അങ്ങനെയാണ് തൊട്ട് അടുത്തുള്ള വീട്ടിലെ പ്രഭാതിനെ വിളിച്ച് വിവരം പറയുകയും പ്രഭാത് എന്നെ വിവരം അറിയിക്കുകയും ഞങ്ങൾ പെട്ടെന്ന് അവിടെ എത്താൻ സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഏതൊക്കെയാലും ആ വീട്ടിൽ നിന്ന് ഒന്നും മോഷണം നടത്താൻ സാധിച്ചില്ല. മോഷണത്തിന്റെ ആദ്യ ഭാഗമായ ക്യാമറ മറച്ച് ഉള്ള ഭാഗത്ത് തന്നെ നമുക്ക് ഇത് പിടിക്കാൻ സാധിച്ചു. പാലക്കാട് മണ്ണാർക്കാട് ആനമൂളിയിൽ വളർത്തുനായയെ പുലി പിടിച്ചുകൊണ്ടുപോയി. ആനമൂളി നേർച്ചപ്പാറ കോളനിയിലെ നിസാമിന്റെ നായയെയാണ് രാത്രിയിൽ പുലി കടിച്ചുകൊണ്ടുപോയത്. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാക്കിയിട്ടുണ്ട്.
പോക്സോ കേസിലെ ഇര ആത്മഹത്യ ചെയ്തു. കോഴിക്കോട് തേഞ്ഞിപ്പലം ചേലമ്പ്രയിലെ വാടക വീട്ടിൽ വെച്ചാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. 2 വർഷം മുൻപ് ബന്ധുക്കൾ ഉൾപ്പെടെ 6 പേർ ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ് കേസ്. മരണത്തിൽ പോലീസിനെതിരെ പെൺകുട്ടിയുടെ അമ്മ പോലീസിലും മറ്റ് വകുപ്പുകളിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. പെൺകുട്ടിയെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയില്ലെന്നും അമ്മയുടെ ആരോപണം. സംസ്ഥാനത്തെ പോലീസുകാർ സ്വകാര്യ ബാങ്കിൽ അക്കൌണ്ട് എടുക്കണമെന്ന ഉത്തരവിനെ ചൊല്ലി പോലീസിൽ വിവാദം. പോലീസ് ആസ്ഥാനത്ത് നിന്ന് മുഴുവൻ യൂണിറ്റ് മേധാവിമാർക്കുമാണ് ഉത്തരവ് നൽകിയത്. ശമ്പളത്തിനായി നിലവിൽ ഒരു ബാങ്ക് അക്കൌണ്ട് ഉള്ളപ്പോൾ എന്തിനാണ് പുതിയ അക്കൌണ്ട് എന്നാണ് പോലീസുകാർ ചോദിക്കുന്നത്. എറണാകുളം കളമശ്ശേരി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തത്തെക്കുറിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ് നഗരസഭയോട് വിശദീകരണം ചോദിച്ചു. മാലിന്യ നിക്ഷേപം അശാസ്ത്രീയമാണെന്ന് ബോർഡ് വ്യക്തമാക്കി. ഹരിത ട്രിബ്യൂണൽ സംസ്ഥാനതല മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്റ്റിസ് എ വി രാമകൃഷ്ണപിള്ള സ്ഥലം സന്ദർശിച്ചു. മുസ്ലിം ലീഗിന് തിരിച്ചടിയായി ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ BJP വോട്ട് തേടൽ. ആലങ്കാരിക പ്രയോഗമെന്ന് PMA സലാം വിശദീകരിക്കുന്നുവെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ വിഷയം ആയുധമാക്കുന്നത് ലീഗിന് പ്രതിസന്ധിയുണ്ടാക്കുന്നു. കമ്മ്യൂണിസത്തിനെതിരെ നിരീശ്വരവാദ ആരോപണമുയർത്തിയുള്ള ലീഗിന്റെ രാഷ്ട്രീയ പ്രചാരണത്തിനിടെയാണ്. കോവിഡ് വ്യാപനത്തിനിടെ CPM കാസർഗോഡ് ജില്ലാ സമ്മേളനം നാളെ. പ്രതിനിധികൾ ഉൾപ്പെടെ 200ഓളം പേർ മടിക്കയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കും. കോവിഡ് വ്യാപനത്തിനിടെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ മൂന്നാറിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ. പ്രതിഷേധ ധർണയും ഉപവാസവുമായി കോൺഗ്രസ്. ശില്പശാല സംഘടിപ്പിച്ച CPM. രാഷ്ട്രീയ പാർട്ടികൾ പരിപാടികൾ നടത്തിയത് പ്രോട്ടോകോളുകളെല്ലാം കാറ്റിൽ പറത്തി. മണ്ഡരം മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം. പന്തളം കൊട്ടാരം പ്രതിനിധി ദർശനം നടത്തി 18ാം പടി ഇറങ്ങിയതോടെയാണ് മകരവിളക്ക് പൂജകൾക്ക് സമാപനമായത്. രാവിലെ 5-ന് നട തുറന്നപ്പോൾ ദർശനം കൊട്ടാരം പ്രതിനിധികൾക്ക് മാത്രമായിരുന്നു. തുടർന്ന് മേൽശാന്തി നടയടച്ച് കൊട്ടാരം പ്രതിനിധികൾക്ക് താക്കോൽ കൈമാറി. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഫെബ്രുവരി 12-ന് വൈകിട്ട് 5-ന് തുറക്കും. 13 മുതൽ 17 വരെയാണ് നട തുറക്കുക. 17-ന് രാത്രി ഹരിവരാസനം പാടി ശ്രീകോവിൽ നട അടയ്ക്കും. മകരവിളക്ക് സീസൺ അവസാനിക്കുമ്പോൾ ദേവസ്വം ബോർഡിന് ലഭിച്ചത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ വരുമാനം. നടവരവ് 150 കോടി കടക്കും. 19 ലക്ഷത്തിനടുത്ത് ഭക്തർ ഇതുവരെ ദർശനം നടത്തി. പ്രധാനമന്ത്രി അടക്കം 30 പേരെ ഉൾപ്പെടുത്തി ഉത്തർപ്രദേശിലെ താരപ്രചാരകരെ BJP പ്രഖ്യാപിച്ചു. മുൻ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധിയെയും വരുൺ ഗാന്ധിയെയും ഒഴിവാക്കി. 9 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടുന്നതാണ് നേതാക്കളുടെ നിര. മധുര MP-യും ചലച്ചിത്ര താരവുമായ ഹേമമാലിനിയും പട്ടികയിൽ ഇടം പിടിച്ചു. UP-യിലെ അലിഗഡിൽ മുക്ത രാജിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച BJP. ഇതോടെ സംസ്ഥാനത്ത് BJP പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം 110ആയി. മറ്റ് സ്ഥാനാർത്ഥികളെയും ഉടൻ പ്രഖ്യാപിച്ചേക്കും. കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി പഞ്ചാബ് കോൺഗ്രസിലെ പൊട്ടിത്തെറി. മന്ത്രി റാണ ഗുർജിത് സിംഗിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് 4 MLA-മാർ രംഗത്ത്. സുൽത്താൻ ലോധി മണ്ഡലത്തിൽ റാണയുടെ മകൻ റാണ ഇന്ദർ പ്രതാപ് സിംഗ് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളുടെ വീട്ടിലെ ED റെയ്ഡ് കോൺഗ്രസിനെ വിജയിക്കാൻ സഹായിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. BJP അത്രമാത്രം അസ്വസ്ഥമാണെന്നതിന്റെ സൂചനയാണ് ഇത്. BJPയുടെ രാഷ്ട്രീയ വേട്ടയാണിതെന്നും ഖാർഗെ. കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ BJP ഉപയോഗിക്കുകയാണെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ. BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ മാത്രം എന്തുകൊണ്ടാണ് വ്യാപകമായ പരിശോധനകൾ നടക്കുന്നതെന്നും ബാഗലിന്റെ ചോദ്യം. ഭീഷണിപ്പെടുത്താനാണ് BJPയുടെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. ഇക്കാര്യം വ്യക്തമാക്കി JP നദ്ദയ്ക്ക് അദ്ദേഹം കത്തയച്ചു. പ്രവർത്തകർ തെറ്റായ വാർത്തകളാൽ വഴിതെറ്റിപ്പോകാതിരിക്കാനാണ് ഇക്കാര്യം പ്രഖ്യാപിക്കുന്നതെന്ന് റാവത്ത്. പാർട്ടിയിൽ നിന്നും MLA സ്ഥാനവും രാജിവെച്ച BJP MLA വിൽഫ്രഡ് സിഡ. BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനിരിക്കെയാണ് രാജി. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് വിൽഫ്രഡ് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് MLA ആയിരുന്ന അദ്ദേഹം 2019-ലാണ് BJPയിൽ ചേർന്നത്. നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വിയോഗത്തിന് 1 വർഷം. മുത്തച്ഛൻ വേഷങ്ങളുടെ ശ്രദ്ധേയനായ താരം 76-ാം വയസ്സിലാണ് സിനിമയിൽ ആദ്യമായി വേഷമിട്ടത്. ദേശാടനം, ചന്ദ്രമുഖി, കണ്ടുകൊണ്ടേൻ എന്നീ സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ചു.
ഫ്രാങ്കോ കേസിൽ ഇരയ്ക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് സേവ് അവർ സിസ്റ്റേഴ്സ് ആക്ഷൻ കൌൺസിൽ. സാങ്കേതികവും നിയമപരവുമായ നിരവധി പിഴവുകളുള്ള വിധിയാണ് ഉണ്ടായത്. അപ്പീൽ നൽകുന്ന കാര്യത്തിൽ സർക്കാർ ഉടൻ തീരുമാനം കൈക്കൊള്ളണമെന്നും SOS കൺവീനർ ഫാദർ അഗസ്റ്റിൻ വട്ടോൾ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് മുൻകാല പ്രാബല്യത്തിൽ പ്രൊഫസർ പദവി നൽകാനായി UGC ചട്ടങ്ങൾ മറികടന്നതായി ആക്ഷേപം. കാലിക്കറ്റ് സർവകലാശാല ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകി. വിരമിച്ച അധ്യാപകർക്ക് പ്രൊഫസർ പദവി നൽകുന്നത് കേരള സർവകലാശാല നിരാകരിച്ചപ്പോഴാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഉത്തരവ്. RMP നേതാവ് TP ചന്ദ്രശേഖരനായി സ്മൃതി ചത്വരമുയർന്നു. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട വടകര വള്ളിക്കാട്ടാണ് സ്മാരകമുയരുന്നത്. രക്തസാക്ഷി വാർഷിക ദിനമായ മെയ് 4-ന് രക്തസാക്ഷി ചത്വരം ഉദ്ഘാടനം ചെയ്യും. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വയനാട് ബാവലി എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർ വലയുന്നു. രാപ്പകൽ ഭേദമില്ലാതെ ചെക്ക് പോസ്റ്റിൽ കാവൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റാനുള്ള സൗകര്യമോ വെളിച്ചമോ പോലുമില്ല. കേരള കർണാടക അതിർത്തിയിലെ പ്രധാന എക്സൈസ് ചെക്ക് പോസ്റ്റുകളിലൊന്നാണ് ബാവലിയിലേത്. 2018-ലുണ്ടായ അതിതീവ്ര മഴയിൽ വീട് നഷ്ടപ്പെട്ട നെന്മാറ അയിലൂർ സ്വദേശി അഞ്ജനയ്ക്കും കുടുംബത്തിനും വീട് നിർമ്മിച്ചു നൽകി KSU പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. സ്നേഹവീടിന്റെ താക്കോൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൈമാറി. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ് അലുമിനി UAE ചാപ്റ്റർ ന്യൂസ് 18 കേരളം അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിന് സ്വീകരണം നൽകി. മൊമന്റോ വിതരണ ചടങ്ങിൽ പ്രസിഡന്റ് അനിൽകുമാർ, സെക്രട്ടറി ജയകൃഷ്ണൻ, ട്രഷറർ ടിജോ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കും.